ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വിവാദങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത് കലാമേഖലയിലാണ്, പ്രത്യേകിച്ചും സിനിമാ മേഖലയിൽ. എന്തൊക്കെയാണ് സിനിമാ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്കൊരു ത്രില്ലർ സിനിമ പോലെയുള്ള സംഭവങ്ങളാണ് നടക്കുന്നത്. ഇന്നലെ കണ്ടത് എന്താണ്? ശ്വേതാ മേനോനെതിരെ പരാതി വരുന്നു. പരാതി എന്താണ്? അശ്ലീല ദൃശ്യങ്ങളുള്ള സിനിമകളിൽ അഭിനയിച്ച് പണം സമ്പാദിച്ചു എന്നാണ്. ആ പറയുന്ന സിനിമകൾ ഇപ്പോൾ ഈ കളിമണ്ണ്, രതിനിർവേദം, മറ്റൊരു സിനിമയുടെ പേര് കൂടി പറഞ്ഞിരുന്നു, ഞാനത് മറന്നുപോയി. അപ്പോൾ അങ്ങനെ കുറേ സിനിമകളുടെ പേര്, ഒപ്പം തന്നെ അവർ പണ്ടെങ്ങോ അഭിനയിച്ച ഒരു ഗർഭനിരോധന ഉറയുടെ പരസ്യവും, ഇതിലൊക്കെ അഭിനയിച്ച് പണം സമ്പാദിച്ചു എന്ന കേസാണ് വന്നിരിക്കുന്നത്, പരാതിയാണ് വന്നിരിക്കുന്നത്. അതിന്റെ പേരിൽ കേസും വന്നിട്ടുണ്ട്. നോക്കൂ, ആ പരാതിയിൽ ഒരു ഗൂഢാലോചനയില്ലേ എന്ന് സംശയിച്ചാൽ നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല. ഈ സിനിമകളൊക്കെ സെൻസർ ബോർഡിന്റെ എല്ലാ സംവിധാനങ്ങളിലൂടെയും കടന്നു വന്ന് സെൻസർ കിട്ടി വന്ന സിനിമകളാണ്. ആ കഥാപാത്രങ്ങൾക്ക് വേണ്ട റോളുകളാണ് ആ സിനിമയിൽ അവർ ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ പരസ്യം, അത് മറ്റെല്ലാ എത്രയോ പരസ്യങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തുണ്ട്. അതിനൊന്നും കാണാത്തൊരു അപാകത ശ്വേതാ മേനോന്റെ പരസ്യത്തിൽ മാത്രം കണ്ടു എന്ന് പറയുമ്പോൾ ചില പ്രശ്നങ്ങൾ തോന്നുന്നുണ്ട്. ഏതായാലും ശ്വേത ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിലേക്ക് പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ തെരഞ്ഞെടുപ്പിന്റെ ഒരു അന്തിമ ചിത്രവും ഇന്ന് വ്യക്തമാവുകയും ചെയ്യും. തിയോഫിൻ കൊച്ചിയിലും നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം സിനിമാ ലോകത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന്. തിയോഫിൻ, ഗുഡ് മോർണിംഗ്. എന്താണ് ഈ സിനിമാ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു ത്രില്ലർ സിനിമയുടെ വഴികൾ പോലെയാണല്ലോ, ഓരോ ദിവസവും പ്രതീക്ഷിക്കാത്ത പലതും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ശ്വേതാ മേനോനെതിരെ പരാതി വരുന്നു, അശ്ലീല ചിത്രങ്ങളിൽ അഭിനയിച്ച് പണം സമ്പാദിച്ചു എന്നാണല്ലോ പറയുന്നത്. ഇതൊക്കെ എത്രയോ നാളുകൾക്ക് മുൻപ് വന്ന സിനിമകളാണ്. സെൻസർ ബോർഡ് അടക്കം അംഗീകരിച്ച് അതത് സർട്ടിഫിക്കറ്റുകൾ നേടി പുറത്തു വന്ന സിനിമകളല്ലേ? പിന്നെ എന്താണ് ഇപ്പോൾ ഇങ്ങനൊരു പരാതി വരുന്നത്? ഇത്രയും കാലങ്ങൾക്ക് ശേഷം ഇങ്ങനൊരു പരാതി വരുമ്പോൾ അതിൽ എന്തെങ്കിലും തരത്തിലുള്ളൊരു ഗൂഢാലോചനയുണ്ട് എന്ന് സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റുമോ? അങ്ങനെയാണോ ശ്വേതയടക്കമുള്ളവരുടെ ഒരു ഇപ്പോഴത്തെ ഒരു ചിന്ത എന്ന് പറയുന്നത്? ഗുഡ് മോർണിംഗ് മനു. അതായത് ഇപ്പോൾ ഇങ്ങനൊരു പരാതി വന്നിരിക്കുന്ന സാഹചര്യം, അതായത് ഈ 15-ാം തീയതി താരസംഘടനയായ അമ്മയിൽ തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിന് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഈ നാമനിർദ്ദേശ പത്രിക നൽകിയ ശേഷം കാത്തിരിക്കുകയാണ് ശ്വേതാ മേനോൻ. അപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരത്തിന് ഒരുങ്ങുന്നതിനിടെയാണ് ഇപ്പോൾ ഇങ്ങനെയൊരു ആരോപണം ഉയർന്നിരിക്കുന്നത്. കാരണം നേരത്തെ തന്നെ പത്രിക നൽകിയ പലർക്കെതിരെയും പല ആരോപണങ്ങൾ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ അവർ മത്സരിക്കുന്നതിന് എതിർപ്പുകൾ ഉയർന്നു വരികയും ചെയ്തിരുന്നു. ആ സാഹചര്യത്തിലാണ് ഒരു പക്ഷേ ശ്വേതാ മേനോനെ എതിർക്കുന്ന പക്ഷം ഇത്തരത്തിലൊരു ഗൂഢാലോചനയുമായി രംഗത്തെത്തിയതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും സിനിമയ്ക്കകത്തും പുറത്തും ആ ഒരു സംശയം ശക്തമാണ്. ശ്വേതാ മേനോനും ആ രീതിയിൽ തന്നെയാണ് സംശയിക്കുന്നത്. ഈ സാഹചര്യം നമുക്ക് ചൂണ്ടിക്കാട്ടിയാൽ ഈയിടെ ഒരു പരാതി നൽകുക, അതായത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനോൻ മത്സരിക്കുന്നു എന്ന് വ്യക്തമായി കഴിഞ്ഞ സാഹചര്യത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പണം, അത് പിൻവലിക്കലെല്ലാം കഴിഞ്ഞ ശേഷം മത്സരരംഗത്തുണ്ടെന്ന് വ്യക്തമായ ശേഷമാണ് ഇങ്ങനെ ഒരു പരാതിയും കേസുമൊക്കെ വരുന്നത്. ഇയാൾ പറയുന്നത്, ഈ പരാതി നൽകിയത് മാർട്ടിൻ എന്ന ഒരു വ്യക്തിയാണ്, പൊതുപ്രവർത്തകനെന്ന് അവകാശപ്പെടുന്നു അദ്ദേഹം. ആ പരാതിയിൽ പോലീസ് കേസെടുത്തില്ല എന്നാരോപിച്ചാണ് അദ്ദേഹം കോടതിയെ സമീപിക്കുന്നത്. CJM കോടതിയെ സമീപിക്കുകയും CJM കോടതി കേസെടുക്കാൻ പോലീസിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. അവിടെ അതായത് ഈ പരാതിയിൽ വലിയ കഴമ്പുണ്ടെന്ന് തോന്നാത്തതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ കൂടുതൽ ആലോചിച്ച ശേഷം കേസെടുക്കാമോ അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഇതിനെക്കുറിച്ച് പോലീസ് ചിന്തിച്ചു വരുന്നത്. അതിനിടയിലാണ് തിടുക്കപ്പെട്ട് കോടതിയെ സമീപിക്കുകയും ഒരു കോടതി വിധി ഒരു നേടിയെടുക്കുകയും ചെയ്തത്. പോലീസിനെ സംബന്ധിച്ച് കോടതി ആവശ്യപ്പെട്ടാൽ പ്രാഥമിക അന്വേഷണം പോലും നടത്താതെ കേസെടുക്കുക എന്ന FIR രജിസ്റ്റർ ചെയ്ത് കേസെടുക്കുക എന്ന് മാത്രമേ നടപടിയുള്ളൂ. അതാണ് പോലീസ് ചെയ്തത്. പക്ഷേ ഈ ഒരു സാഹചര്യം, അതായത് വർഷങ്ങൾക്ക് മുൻപ് പുറത്തിറങ്ങിയ സിനിമകളാണ്. ആ സിനിമകളിലെ രംഗങ്ങൾ അശ്ലീല ചുവയുള്ള രംഗങ്ങളാണ്, അല്ലെങ്കിൽ അശ്ലീല രംഗങ്ങളാണെന്ന് ആരോപിച്ചാണ് ഈ പരാതി വന്നിരിക്കുന്നത്. ഒരു കാര്യം നമ്മളിവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ ഒരു പരസ്യ ചിത്രത്തിന്റെ കാര്യം കൂടി, മുൻകാലങ്ങളിൽ അഭിനയിച്ച ഒരു കാമസൂത്രയുടെ പരസ്യം, ഇപ്പോഴാണ് അയാൾക്ക് ബോധോദയം വരുന്നത്, ഇത് സമൂഹത്തിന് നിരക്കാത്ത പരസ്യങ്ങളും സിനിമകളും ഒക്കെയാണ് എന്ന ബോധോദയം വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിനൊക്കെ അനുമതി കൊടുത്ത സെൻസർ ബോർഡിനെതിരെ എന്തുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കാത്തത്? ഇവിടെ ഒരു ഉയർന്നു വരുന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്, ശ്വേതാ മേനോൻ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിൽ എതിർപ്പുള്ള ആളുകൾക്കൊക്കെ ഇതിൽ ഈ പരാതിയുടെ പുറകിലുണ്ട് എന്ന് സംശയിച്ചാലും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. സാഹചര്യം അതാണ്. ഒരിക്കലും നമുക്ക് അല്ലെങ്കിൽ കുറ്റം പറയാൻ സാധ്യതയില്ല. കാരണം അങ്ങനത്തെ ഒരു നീക്കം ഇതിന് മുന്നിൽ ഉണ്ടാകാമെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. സൂചിപ്പിച്ചതുപോലെ ഈ ഒരു വ്യക്തി, ഇദ്ദേഹം മലയാളിയാണ്, ഇവിടെ ജീവിക്കുന്ന ആളാണ്, കേരളത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇവിടെയുള്ള സിനിമകൾ കാണുന്ന ആളാണെങ്കിൽ പ്രത്യേകിച്ച്, അല്ലെങ്കിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ ഫോണിലൂടെ തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ എന്തെങ്കിലും റീൽസും മറ്റ് ദൃശ്യങ്ങളൊക്കെ കാണുന്ന ആളുകളാണ് കൂടുതൽ.
അങ്ങനെയുള്ള ഒരാൾക്ക് ഇത്രയും കാലത്തിനിടെ അല്ലെങ്കിൽ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഒരു ബോധോദയം ഉണ്ടാകുന്നത്, ഇങ്ങനെ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. തന്നെയുമല്ല, ഇവിടെ എടുത്തു പറയേണ്ട ഒരു വിഷയം, ഇയാളുടെ പരാതിയിൽ ഇയാൾ IT ആക്റ്റും അതോടൊപ്പം ഇമ്മോറൽ ട്രാഫിക് ഉൾപ്പെടെ കേസെടുക്കണം എന്ന് പറഞ്ഞ് ഇയാൾ ആവശ്യപ്പെടുകയും അതിനനുസരിച്ച് കേസെടുക്കാൻ കോടതി ആവശ്യപ്പെടുകയുമാണ്. ഇവിടെ ആരുടെ ഭാഗത്താണ് പിഴവ് സംഭവിച്ചത് അല്ലെങ്കിൽ എന്താണ് എന്ന് നമുക്കൊരിക്കലും മനസ്സിലാകാൻ കഴിയാത്ത രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. മനു, വളരെ നാടകീയമായ രംഗങ്ങളാണ്. ഇങ്ങനെ ഒരാൾ പരാതി നൽകുമ്പോൾ എന്തടിസ്ഥാനത്തിലാണ് പരാതി അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഉദ്ദേശമെന്ന് നോക്കാതെ കൂടിയാണ് ഇത്തരത്തിലൊരു രീതിയിൽ അദ്ദേഹത്തിന് വിധി ലഭിച്ചിരിക്കുന്നത്. എന്തായാലും പോലീസിനെ സംബന്ധിച്ച് അവിടെ മറ്റൊന്നും ചെയ്യാനില്ല. കോടതി ആവശ്യപ്പെടുന്നു, പോലീസ് കേസെടുക്കുന്നു. പക്ഷേ തുടർ നടപടികളുമായി എങ്ങനെ പോകണമെന്ന് പോലീസ് മുന്നോട്ട് പോകും. ഇതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പരാതി, അത് ഗൂഢാലോചന ദുരുദ്ദേശത്തോടുകൂടി തന്നെയാണ് ഈ പരാതി എന്നത് വ്യക്തമായ സാഹചര്യത്തിലാണ് ഇപ്പോൾ ശ്വേതാ മേനോൻ കോടതിയെ സമീപിക്കുന്നത്. ഹൈക്കോടതിയെ സമീപിക്കാനാണ് തീരുമാനം. ഇന്ന് തന്നെ ഹൈക്കോടതിയിലേക്ക് പോകുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. എന്തു തന്നെയാണെങ്കിലും ഒരു കാര്യം വ്യക്തമാണ്, പകൽ പോലെ ഇത് വ്യക്തമാണ്. ഇത്രയും കാലം വർഷങ്ങളോളം ഇല്ലാതിരുന്ന ഒരു പരാതി, തന്നെയുമല്ല ഈ സിനിമയാകട്ടെ പരസ്യചിത്രങ്ങളാകട്ടെ എന്തൊരു ദൃശ്യ മാധ്യമത്തിലൂടെ നമ്മൾ ഉപയോഗിക്കുന്ന അത് എന്താണെങ്കിലും, സിനിമയായാലും ഷോർട്ട് ഫിലിം ആണെങ്കിലും പരസ്യചിത്രമാണെങ്കിലും സെൻസർ ബോർഡിൻ്റെ അനുമതി സർട്ടിഫിക്കറ്റ് വാങ്ങിയ ശേഷം മാത്രമാണിത് റിലീസ് ചെയ്യാൻ കഴിയുക. അങ്ങനെ എന്തൊക്കെ അശ്ലീലം ആരോപിച്ചാൽ തന്നെയും ആ സിനിമകൾ സെൻസർ ബോർഡ് സെൻസർ ചെയ്ത് നൽകിയിട്ടുള്ളതാണ്. അങ്ങനെ പുറത്തിറങ്ങിയ ചിത്രങ്ങൾ, ആ ചിത്രങ്ങളുടെ ദൃശ്യഭാഗങ്ങൾ അത് മുറിച്ച് ഒരു പക്ഷേ പല സൈറ്റുകളിൽ വന്നിട്ടുണ്ടെന്ന് ഈ പരാതിക്കാരൻ ആരോപിക്കുമ്പോൾ പോലും ഇതെല്ലാം ശ്വേതാ മേനോനാണ് ഇത് അപ്ലോഡ് ചെയ്തത് നമുക്ക് പറയാൻ കഴിയില്ല ഒരിക്കലും. കാരണം ആ സിനിമയുടെ ദൃശ്യങ്ങൾ എടുത്ത് അല്ലെങ്കിൽ പല ഭാഗങ്ങൾ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തൊക്കെ ഈ സൈറ്റുകളിൽ അപ്ലോഡ് ചെയ്യുന്ന നിരവധി ആളുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർക്കെതിരെ നടപടി ഉണ്ടാകണമെന്നാണ് ആലോചിക്കേണ്ടത്. അപ്പോൾ അയാളെ സംബന്ധിച്ച്, ഈ പരാതിക്കാരനെ സംബന്ധിച്ച് ഒരു കാര്യം വ്യക്തമാണ്, അയാൾ ലക്ഷ്യപ്പെടുന്നത് ശ്വേതാ മേനോനെയാണ്. ശ്വേതാ മേനോൻ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുന്ന സമയത്ത് അയാളുടെ പിന്നിൽ ഒരു പക്ഷേ നമുക്ക് സ്വാഭാവികമായും സംശയിക്കാം, പിന്നിൽ ആരെങ്കിലും ഉണ്ടായിരിക്കാം. അങ്ങനെ ശ്വേതാ മേനോനെ തന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ളൊരു പരാതിയാണിത്. അതാണ് അതിൻ്റെ നീക്കം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ശ്വേതാ മേനോൻ മേൽക്കോടതിയെ സമീപിക്കാനുള്ളൊരു തീരുമാനത്തിലാണ്. കാരണം ഇത്തരം ഒരു വിധി പെട്ടെന്ന് തനിക്കെതിരെ ഉണ്ടാകുന്നു. അത് ഈ പറഞ്ഞ ദിവസങ്ങൾക്കിടയിലാണ്, ഈ 15-ാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു, അതിനിടയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്, ഈ ഒരു 2 ആഴ്ച ഗ്യാപ്പിനിടയിൽ. അപ്പോൾ എന്തായാലും അതിനകത്തൊരു ഗൂഢനീക്കം ഉണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അത് തന്നെയാണ് സിനിമയ്ക്കുള്ളിലുള്ളവരും പുറത്തുള്ളവരും ഇത് അല്ലെങ്കിൽ ഈ വാർത്തകൾ കാണുന്ന പ്രേക്ഷകരും സംശയിക്കുന്നുണ്ട്. മനോ, ശരി. ഏതായാലും തിയോഫനാണ് ഈ സമഗ്രമായ വിവരങ്ങൾ നമുക്ക് നൽകിയത്. ഏതായാലും ഇത്രയും കാലം തോന്നാതിരുന്ന ഒരു അശ്ലീലം ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം, ഈ കളിമണ്ണ് എന്ന് പറയുന്ന സിനിമ അല്ലെങ്കിൽ രതിനിർവേദം എന്ന് പറയുന്ന സിനിമയൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ശ്വേത അഭിനയിച്ച് പുറത്തിറങ്ങിയതാണ്. ഈ പറയുന്ന പരസ്യവും എത്രയോ നാളുകൾക്ക് മുൻപ് അവരുടെ കരിയറിൻ്റെ ഒക്കെ തുടക്കകാലത്തിൽ വന്ന പരസ്യങ്ങളിലൊന്നു കൂടിയാണ്. അന്നൊന്നും തോന്നാതിരുന്ന ഒരു അശ്ലീലം ഇപ്പോൾ ആ സിനിമകളിലും ആ പരസ്യത്തിലും ഉണ്ട് എന്ന് തോന്നിയ ആ ബുദ്ധി ഉണ്ടല്ലോ, ആ ബുദ്ധിക്കാണ് ഈ സമയത്ത് നല്ല നമസ്കാരം കൊടുക്കേണ്ടത്. ഏതായാലും അതിൻ്റെ പുറകിൽ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ പോലീസ് കണ്ടുപിടിക്കട്ടെ. ശ്വേതാ മേനോൻ അവരുടെ നിയമ നടപടികളിലേക്ക് ഹൈക്കോടതിയിലേക്ക് പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്വേത അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന സമയത്ത് കൂടിയാണ് ഈ പറയുന്ന പരാതികളൊക്കെ പൊങ്ങി വന്നിരിക്കുന്നത് എന്നുകൂടി നമ്മൾ ഓർക്കേണ്ടതാണ്.